ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോയതും ആ വിശേഷങ്ങളും അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഒരു മത്തി പരട്ടിൻ്റെ റെസിപ്പിയും കൂടിയും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും അതിലിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരപ്പ്, നാളികേരവും ചുമന്നുള്ളി, വെളുത്തുള്ളി ഒക്കെ കുറേശ്ശെ മതി. പച്ചമുളക് ഇത്തിരി കൂടുതലിടാം, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒരു നുള്ള് ജീരകം വേണമെങ്കിൽ ഇടാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന്. അത് അരച്ചിട്ട് വല്ലാണ്ട് അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്ത്. പച്ചരവിന് എപ്പോഴും അധികം അങ്ങനെ അരയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്തിരി വെള്ളം കുറവ് ഉപയോഗിക്കണം. ഇത്തിരി ചാറിന് കട്ടി വേണം. പിന്നെ എന്താ പറയുക, ചുവന്ന മുളകിന് അധികം ഇടാണ്ട് പച്ചമുളക് ഇത്തിരി കൂടുതൽ, പച്ചമുളകിൻ്റെ എരിവ് വേണം കൂടുതൽ നിൽക്കാനായിട്ട്. അതൊക്കെയാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. പിന്നെ ഞാൻ തലേദിവസത്തെ ആ എഗ്ഗ് കറി ഉണ്ടാക്കിയില്ലേ, എഗ് റോസ്റ്റ്, അതിൻ്റെ ഗ്രേവി മാത്രമായിട്ടാണ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രേവി മാത്രമായിട്ട് ആരും കഴിക്കുമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ 3-4 മുട്ട എടുത്തിട്ട് പുഴുങ്ങി അതിലേക്ക് ഇട്ടുകൊണ്ട് അതും കൂടി അപ്പം തന്നെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഈ ദിവസം ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ പിള്ളേർക്ക് എന്തുണ്ടായാലും മതിയാവാത്ത ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ആദ്യമൊക്കെ. ഇപ്പം ഞാൻ ചിലപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. രാവിലെ ഉണ്ടാക്കൽ ഇത്തിരി കുറവാണ്. രാവിലെ എനിക്ക് അങ്ങനെ കിടന്ന് പെടയാൻ തലേദിവസം ഉറക്കം ശരിയാവുണ്ടാകുമ്പോൾ പറ്റണില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം മതി അവർക്ക് അങ്ങനെ. ഇപ്പോൾ രാവിലെ ആദ്യത്തിനായിരുന്നു നിർബന്ധം. ഇപ്പോൾ ആദ്യത്തിനും അതൊക്കെ എന്താ പറയുക, അമ്മയ്ക്ക് വയ്യാണ്ടല്ലേ എന്നുള്ളൊരു രീതി ആയതുകൊണ്ടായിരിക്കാം വലിയ കുഴപ്പമില്ല. അപ്പോൾ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എല്ലാ നേരം ചോറായ ഒരു സുഖമില്ലല്ലോ. നമ്മളെ കറിയൊക്കെ ഇതേ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചു. പിന്നെ അതൊന്ന് മൂടി വെച്ചു കേട്ടോ. പിന്നെ അതേ മുട്ട റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ചു, അതിനെ ഓഫ് ചെയ്യുക, അത് മതി. അതൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതങ്ങനെ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ നെല്ലിക്ക അച്ചാർ ഒരു കുഞ്ഞു കുപ്പിയിലാണ് ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ പാത്രത്തിലിരിക്കുന്നത് അവരങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കോരിയെടുക്കും. അപ്പോൾ അതെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകർത്തി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അതിലുള്ള എണ്ണ എപ്പോഴും മുകളിൽ അങ്ങനെ നിൽക്കണം. നമ്മൾ അച്ചാർ കോരിയെടുക്കുമ്പോൾ എണ്ണ ഒരിക്കലും എടുക്കാൻ പാടില്ല. അച്ചാർ മാത്രം എടുക്കുക. എണ്ണ അതിലിങ്ങനെ കുപ്പിയിലിങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഉപ്പലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്യേണ്ടത്. പിന്നെ വിനാഗിരി ഒഴിക്കണില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ മറുപടി ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനാഗിരി കുറച്ചൊന്ന് അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനാഗിരിയുടെ ആവശ്യമില്ല. എനിക്ക് വിനാഗിരി ഇട്ട് ഇഷ്ടമില്ല കേട്ടോ. വിനാഗിരി ഇട്ട് ടേസ്റ്റ് ഇഷ്ടമില്ല. പിന്നെ മീൻ ഇറച്ചി അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ പുളിയില്ലാത്തൊക്കെ ആകുമ്പോൾ വിനാഗിരി എന്തായാലും ഒഴിക്കണം. ഇതിലിപ്പോൾ ഒഴിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊഴിക്കാം കേട്ടോ. പിന്നെ അതാ ഞങ്ങളിത് ഓഫീസിൽ നിന്ന് പറഞ്ഞില്ലേ, ഒരു എക്സിബിഷൻ പോലെ കേട്ടോ. ഈ ടൂൾസിൻ്റെയും അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ്. നമുക്ക് കാണാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയതല്ല. എന്നാലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരുന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമല്ലോ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ അവിടെ ചെന്നിട്ട് വർക്ക്ഷോപ്പുകാരും കടക്കാരും അങ്ങനത്തെയൊക്കെയാണ് എക്സ്പോ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് അവിടെ തുടയ്ക്കണ മോപ്പ്, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, പപ്പടം ഉണ്ടാക്കുന്നത്, അലുവ, കുറച്ച് ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ കണ്ടു. അല്ലാണ്ട് കൂടുതലും നമ്മുടെ പാർട്സിനെ ഈ വണ്ടികളേനെ, പിന്നെ ബൾബ്, ഇലക്ട്രിക്കലായിട്ടുള്ളത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അത് അടിപൊളിയാണ്. നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഒന്നിങ്ങനെ കറങ്ങിയടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു. അതായത് നമ്മുടെ തേക്കിൻകാട് മൈതാനിയിലാണ് കേട്ടോ. ടെൻ്റൊക്കെ കിട്ടിയിട്ട് എക്സിബിഷൻ പോലെ തന്നെ നമ്മുടെ ചെയിൻ കിറ്റ് ഉണ്ടല്ലോ, ബൈക്ക് ഓടുന്നത്, അതാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഓരോരോ കമ്പനിക്കാരുടെ സ്റ്റാള് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ശരിക്കും എക്സിബിഷൻ പോലെ തന്നെയാണ് കേട്ടോ. നല്ല എ സിയും അടിപൊളിയാണ്. നല്ല ലെവലിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റുപാട് എടുത്തു. പിന്നെ ആദ്യം തന്നെ ഗിഫ്റ്റ് കോംപ്ലിമെൻ്റൊക്കെ ആയിട്ട് തൊപ്പി അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. തൊപ്പി, ടീഷർട്ട്, കലണ്ടർ, പിന്നെന്താ ബുക്ക്, ചെറിയ പാഡല്ലേ അത്, പെന്ന്, അങ്ങനത്തെയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇതാ കണ്ട മോട്ടർ, നമ്മുടെ ബൈക്ക് വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ കൂടുതലും. ഇത് ഞങ്ങളവിടെ സെയിൽ ചെയ്യണ ഐറ്റംസാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ ആൾക്കാർ. വേറെ ഷോപ്പും കൂടി ഉണ്ട്, അവിടെയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്ത്രീകളുടെ മാത്രം ഒരു സെക്ഷനാണ് ഈ ഒരു സമയത്ത് പോയത്. ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളെ കൊണ്ടുപോകാനും അങ്ങനെ അവിടെ നിൽക്കാനും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു.
അത് ഫോട്ടോ എടുക്കണ്ടെന്ന് പറയാൻ ജിഷേച്ചി വീഡിയോയിൽ ഇടും എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പിടിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങളൊന്ന് കറങ്ങിയടിച്ചു. പക്ഷെ അങ്ങനെ നിറച്ചാണുങ്ങളാണ് കൂടുതലും. അപ്പോൾ പിന്നെ അധികം നേരം കറങ്ങിയടിക്കാൻ നിന്നില്ല. ബൈക്കിൻ്റെയൊക്കെ ബോഡി പാർട്സൊക്കെ കണ്ടില്ല, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അധികം നേരം ഒന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു എല്ലാവരും കൂടി. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരും കേട്ടോ. ഐസ്ക്രീം അല്ല, ചിലവൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ, നമ്മുടെ അവിടെ നിന്ന് ശരിക്കും നടക്കാവുന്ന ദൂരമുള്ളൂ നമ്മുടെ ഓഫീസിൽ നിന്ന് ഈ തേക്കിങ്ങാട് മൈതാനിലേക്ക് കേട്ടോ. പക്ഷേ വണ്ടിയിൽ വന്നു എന്ന് മാത്രം. നല്ല ഭംഗി, നല്ല നട്ടുച്ച നേരമാണ് കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആൾക്കാർ ഉച്ചയ്ക്ക് എന്താ പറയുക, റാലി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഉച്ചതിരിഞ്ഞ്. അപ്പോൾ അതിനുള്ള ആൾക്കാർ കുറേ സ്ഥലത്ത് നിന്ന്, കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ നിറയെ വണ്ടികളൊക്കെ ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് വലിയ കാര്യമില്ലെങ്കിലും അവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ്. സമ്മാന കൂപ്പണും വാർത്തയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, സമ്മാന കൂപ്പണൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചുങ്കത്ത് ജ്വല്ലറിയോട് നല്ല രസമാണ് കേട്ടോ. അവരെപ്പോഴും ഇങ്ങനെ ഓരോരോന്ന് മാറി മാറി സെറ്റ് ചെയ്യും, നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ജോലിക്ക് പോയി, ജോലി സ്ഥലത്ത് പോയി. ആ ജോലിയൊക്കെ കഴിഞ്ഞ് അധികം ജോലിയുള്ളൊരു ദിവസമൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പല്ല്, അടുത്ത പല്ല് ഹോളായിട്ടാണ്, വേഗം തന്നെ അത് അടപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. വേദനയൊന്നുമില്ല, എന്നാലും അടപ്പിക്കാൻ വെച്ചപ്പോൾ അത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ കുറേശ്ശൊക്കെ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതേ മുഖമൊക്കെ കരിവാളിച്ചിരിക്കുന്ന, നെറ്റിയിൽ തലവേദന വരുമ്പോൾ അമൃതാഞ്ചം പരട്ടിയിട്ടേ കരിവാളിച്ചിരിക്കുന്നത് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അധികം ആരും ഇല്ല, വൈകുന്നേരമായില്ലേ, ഒരു ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ ഡോക്ടറെ വീടിൻ്റെ അവിടെ നിറയെ ചെടികളൊക്കെ കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊന്നും ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. നമ്മുടെ ആ ചോപ്പ് മുസാൻ്റെ ഒരു കൊമ്പ് കിട്ടണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഒടിക്കേണ്ടതൊന്നും ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാനതങ്ങനെ ഒടിക്കാനൊന്നും പോയില്ല. പിന്നെ പരിചയമുള്ള ഡോക്ടറും കൂടിയാണ്, അപ്പോൾ നമ്മൾ വേണ്ടാത്ത ചെയ്യണ്ടല്ലോ. പിന്നെ ഇതാ ഇരുട്ടായി, കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ ബസ്സൊക്കെ കിട്ടി. അപ്പം ഞാൻ മീൻ കൊണ്ടു ചെന്നതിനുള്ള ബഹളമാണ് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ബഹളം. ചേർന്നാൽ ഓടി വരും കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അവൻ്റെ മീനും പാലൊക്കെ ഉണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് മീൻ ക്ലീൻ ചെയ്തത്. അതിൻ്റെ ഉള്ള ദേഷ്യമാണ് അവൻ കാണിച്ചത്. അവൻ അപ്പം തന്നെ അത് കിട്ടണം. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഡ്രസ്സൊക്കെ മാറി വേഗം മീൻ ക്ലീൻ ചെയ്യാൻ പോയി. 2 പാത്രം വയ്ക്കുക അവർക്കുള്ളത്, എന്നിട്ട് അതിലേക്ക് അത് ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അവരത് കഴിച്ചോളൂ കേട്ടോ. ഇനി അത് വേവിക്കാൻ അതിനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പം മീൻ പെരട്ടാണ് ഉണ്ടാക്കണത്. കുറേ ദിവസമായി ഞാനത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. മിക്സി വെച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ ഞാൻ. ഈ ആഴ്ചയിൽ തന്നെ വരും പതുക്കെ പതുക്കെ. അപ്പോൾ ആ കുക്കർ വെച്ചിട്ട് ആദ്യം തന്നെ ചുമന്നുള്ളിയും കറിവേപ്പിലും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോഴേക്കും എനിക്കിത് അരച്ചെടുക്കാമല്ലോ, സമയം കളയണ്ടല്ലോ. എന്ന് വെച്ചാൽ അത്യാവശ്യം സമയമായിട്ട് കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു ഇരുന്നിട്ട് അതിലേക്ക് ഇതാ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി തീരെ എരിവില്ല, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നല്ലോ ഉള്ളൂ കേട്ടോ, പൊടിയായിട്ട് വാങ്ങിച്ച കാരം. അതുപോലെ മുളകും കാശ്മീരിയാണ്, അതിനും അധികം എരിവില്ല, പച്ചമുളകിൻ്റെ എരിവ് തന്നെ അതിൽ കിട്ടാനുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുകയാണ്. കുറച്ച് പകുതി മീനാണ് ഞാൻ എടുത്തിട്ടുള്ള. പകുതി മീൻ ഇത് ഏകദേശം ഒരു കിലോയിലേക്ക് കുറച്ചും കൂടി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചുമന്നുള്ളിയും കൂടി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ അരയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ. ഇതിൽ അത്ര ഗ്രേവി അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തു. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഉപ്പും കൂടിയും പാകത്തിന് ഇട്ട് കൊടുത്തു. ഇതൊരു അരമണിക്കൂർ വെച്ചിട്ട് ചെയ്യേണ്ടതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കറക്റ്റ് ടൈമായി. ചേട്ടാ അതൊന്ന് ഇളക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും കുറച്ചും കൂടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു. കറിവേപ്പിലൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറക്കുമ്പോൾ നമ്മൾ വെക്കില്ലേ, നിരത്തി വെക്കില്ലേ, അതേപോലെയാണ് കേട്ടോ വയ്ക്കാം. അതിരാവിലെയാണ് കേട്ടോ ശബ്ദം കൊടുക്കുന്നത്. ഞായറാഴ്ച ശനിയാഴ്ച എഡിറ്റ് ചെയ്യാൻ നിന്നില്ല, വേഗം കിടന്നുറങ്ങി. ഒരു ദിവസമെങ്കിലും നന്നായിട്ട് കിടന്നുറങ്ങണ്ടേ, അതാണ് ശബ്ദം അങ്ങോട്ട് ക്ലിയർ ആവാത്തത്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശബ്ദം അത്ര നന്നാവില്ലല്ലോ, കുറച്ച് സംസാരിച്ച് ശരിയാവണ്ടേ. ഫസ്റ്റ് ഈ വീഡിയോയിൽ ശബ്ദം കൊടുക്കാൻ വരുമ്പോൾ പരപര ശബ്ദം വരും, അത് വേറെ നിവൃത്തിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെ മീനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറേ അടക്കി ഇങ്ങനെ കുറേ അളവിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു ലെവലിൽ ഇത്തിരി ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കി നോക്കുക. അതിൽ ഉള്ള ഗ്രേവിയൊക്കെ ഞാൻ അതിൻ്റെ മേലേക്ക് തന്നെ ഇട്ടു. ഗ്രേവിയൊക്കെ വേണം കേട്ടോ നന്നായിട്ട്. ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇത്തിരി അരയ്ക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി കിട്ടും. കുടംപുളി എടുത്തിട്ട് ഞാൻ വേറൊരു ചട്ടിയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കോൽപ്പുളി ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഏത് പുളിയാണോ നിങ്ങൾ കൂട്ടുകാർ എടുക്കണമെന്ന് വെച്ചാൽ അത് കേട്ടോ. ഞാൻ കുടംപുളിയാണ് എടുത്തത്. ഇവിടെ കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളൂ. അപ്പോൾ അത് ആ കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ, ഒരു മീഡിയം
മീഡിയം ഫ്ലെയിമൊക്കെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനിത് അടിക്കണത് നോക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് അപ്പോൾ അതിങ്ങനെ പതുക്കെ ആവുമല്ലോ. അപ്പോൾ ആ വിസിലടിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടി. പിന്നെ ഞാൻ അതിനിടയ്ക്ക് ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിസിൽ ഫുൾ അതിൻ്റെ എയർ കളഞ്ഞിട്ട് പോയിട്ട് എടുത്താൽ മതി കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ ചോറ് തിളപ്പിച്ച് വെച്ചു. അവിടെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് വൃത്തിയാക്കി കേട്ടോ. അപ്പം ആ പണി ആ നേരത്ത് കഴിഞ്ഞില്ല. അതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. തുറന്നപ്പോഴേക്കും നല്ല അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ മീൻ വറക്കണം എന്ന് നിർബന്ധമില്ല. ശ്രീകുട്ടൻ പറഞ്ഞാൽ എന്തായാലും വറക്കണം, അമ്മ കറി വയ്ക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കൂട്ടി നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. കണ്ട അടിപൊളിയാണ്. ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ മുന്നിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ അതിലും ഇത്തിരി നെയ്യ് ഉണ്ടാവില്ല, പിന്നെ കുഴപ്പമില്ല. ഇതാ നമ്മൾ ചോറുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും എവിടെ ഇരിക്കണം അപ്പം കണ്ടപ്പോൾ തന്നെ ഒപ്പരിക്കണം കേട്ടോ. അപ്പം അതേ വേഗം പിന്നിലേക്ക് ഓടി വരികയാണ്. പിന്നെ ആദ്യത്തെ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പുറത്താക്കിയത്. അവനെ ഇവിടെ ഒപ്പരിക്കണം. അതിനാണ് അവന് ഫുഡൊന്നും കിട്ടാനൊന്നുമല്ല, കഴിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ എല്ലാവരും. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോകളൊക്കെ വരും കേട്ടോ. അടുത്ത ആഴ്ച എല്ലാ ഷോർട്ട് വീഡിയോകളും ഞാൻ സൺഡേയിൽ എഡിറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. കൂട്ടുകാരികൾക്ക് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ കാണാം.